സ്വന്തം ഇഷ്ടപ്പെട്ട ചില മക്കളുണ്ടാവും, ആണോ പെണ്ണോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലോ. അങ്ങനെയുള്ള ആളുകൾക്ക്, അവർ അനന്തരാവകാശികൾപ്പെട്ട ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടി വസിയത്ത് ചെയ്യാനും പാടില്ല. ഒരു ബാപ്പക്ക് മകനോട് വലിയ ഇഷ്ടമാണ്, ഒരു മകനോട് അല്ലെങ്കിൽ ഒരു മകളോട് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഞാൻ മരിച്ചാൽ എല്ലാവർക്കും കിട്ടുന്നത് പോലെ ഓൾക്ക് കിട്ടുള്ളൂ, അതുകൊണ്ട് ഞാൻ കുറച്ച് അധികം ഇപ്പം തന്നെ കൊടുക്കട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കുന്നത് പാടില്ല. കൊടുക്കണമെങ്കിൽ എല്ലാവർക്കും കൊടുക്കണം. ഇനി വസിയത്താണെങ്കിൽ അനന്തരാവകാശിക്ക് വസിയത്തേയില്ല. മരിച്ചാൽ അനന്തരം ലഭിക്കാവുന്ന അവകാശിക്ക് വേണ്ടി വസിയത്ത് ചെയ്യാൻ പാടില്ല എന്നുള്ളത് ഹദീസിൽ സ്ഥിരപ്പെട്ട കാര്യമല്ല. വസിയത്ത് ലി വാരിസിൻ, ഒരു അനന്തരാവകാശിക്ക് വേണ്ടിയും വസിയത്ത് ചെയ്തേക്കാൻ. അപ്പൊ ഈ ജാതി ബാപ്പന്റെയും ഇമ്മന്റെയും ചില ട്രിക്കുകൾ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ബാപ്പനെ കൊണ്ടും അങ്ങനെ എഴുതിപ്പിക്കുക, ഇങ്ങനെയൊക്കെയുള്ള തട്ടിപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ അന്യായമാണ്, അക്രമമാണ്. അപ്പൊ ശരിയായ രീതിയിൽ വസിയത്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നടപ്പിലാക്കി ബാക്കി സ്വത്തെ ഓഹരി വെക്കാവൂ എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. അപ്പൊ ഇതാണ് ഒന്നാമത്തെ കാര്യമായി ഖുർആനിന്റെ കൽപ്പനയിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും.